സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് സേഫ്റ്റി എന്നത് ഏതൊരു ടെക്നിക്കൽ കോഴ്സ് എടുത്താലും അതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. ഇന്ന് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലെ ചെറിയൊരു പോർഷനാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടൻസ്: ഇൻട്രൊഡക്ഷൻ, നീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, സേഫ്റ്റി റൂൾസ്. Unsafe working habits always end up in loss of production, profits, personal injury, and even death. Safety consciousness is one of the essential attitudes required for any job. ഏതൊരു ജോലി ചെയ്യുമ്പോഴും ആവശ്യമായിരിക്കേണ്ട ഒരു മനോഭാവമാണ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം. സുരക്ഷാ ക്രമീകരണങ്ങളോടുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനം ആളുകൾക്കും ജോലിസ്ഥലത്തെ ഉപകരണങ്ങൾക്കും ഒരു ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിനെ തന്നെയും സാരമായി ബാധിക്കും. എന്താണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി? ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഈസ് primarily an activity of management to be acquired by a technician for protection from harm, hazards, risks and accidents. അതായത് വർക്ക്ഷോപ്പിലെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലെ ഏതെങ്കിലും ഒരു ഉപകരണത്തിൽ നിന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുടെ അശ്രദ്ധ മൂലം സംഭവിക്കാവുന്ന ഒരു ദുരന്തത്തിൽ നിന്നോ അതുമല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്നോ വർക്ക് ചെയ്യുന്നവരെയും അതുപോലെ ഉപകരണങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി പ്രാഥമികമായി എടുക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി വിഭാഗത്തിൽ പെടുത്തുന്നു. എത്ര തന്നെ ടെക്നിക്കൽ നോളജ് ഉള്ളവരാണെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളോടുള്ള അയാളുടെ സമീപനം മാത്രമേ അയാളെ ലക്ഷ്യത്തിൽ എത്തിക്കുകയുള്ളൂ. എ ഗുഡ് ക്രാഫ്റ്റ്മാൻ ഹാവിംഗ് എ നോളജ് ഓഫ് വേരിയസ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ക്യാൻ അവോയ്ഡ് ആക്സിഡൻറ്റ്സ് ടു ഹിംസെൽഫ് ആൻഡ് ടു ഹിസ് ഫെല്ലോ വർക്കേഴ്സ്. ടു അച്ചീവ് ദിസ്, it is essential that everyone should follow safety procedures. സുരക്ഷാ നിയമങ്ങളെപ്പറ്റി ശരിയായ അറിവുള്ളൊരു ടെക്നീഷ്യനു കാര്യങ്ങളെ ശരിയായി ഗ്രഹിക്കുവാനും അതുവഴി അപകട സാധ്യതകളെ മുന്നിൽ കണ്ട് അത് ഒഴിവാക്കുവാനും സാധിക്കും. ഇനിയൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അവസരോചിതമായി യുക്തിപൂർവ്വം പ്രവർത്തിച്ച് ജീവനും നാശനഷ്ടങ്ങളും തടയാനും സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ശരിയായ അറിവും സാമർഥ്യവും ഉള്ളൊരാൾക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നത് ഒരു ഇൻഡസ്ട്രിയുടെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശരിയായ പ്രവർത്തനത്തെയും ലാഭത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. നീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. എന്താണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ ആവശ്യകത? ജനറലി ആക്സിഡൻറ്റ്സ് ഡു നോട്ട് ഹാപ്പൻ, ദേ ആർ കേഴ്സ്ഡ്. ആക്സിഡൻറ്റ്സ് യാദൃച്ഛികമായി സംഭവിച്ചു പോകുന്ന ഒന്നല്ല. അതിനു പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും. സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ സുരക്ഷയെക്കുറിച്ചുള്ള അറിവില്ലായ്മയോ അശ്രദ്ധയോ അവഗണനയോ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ആവാം. ഏതെങ്കിലും ഒരു പ്രവൃത്തി ടെക്നിക്കൽ റിലേറ്റഡോ അല്ലാത്തതോ ഏതുമാവട്ടെ, 3 കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം: വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു. ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു അപകടത്തെ തരണം ചെയ്യുമ്പോഴും ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അവബോധം ഉണ്ടായിരിക്കണം. ഈ ചിത്രത്തിൽ കാണുന്ന 3 വർക്കേഴ്സിന് അതിലുള്ള ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, മറ്റൊരാൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, മൂന്നാമതൊരാൾക്ക് അത് ശരിയായ രീതിയിൽ ചെയ്യാനും അറിഞ്ഞുകൂടാ. ഇതിനെല്ലാം ഒരു വർക്കറിനെ പ്രാപ്തനാക്കുക എന്നതാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്നതിനെക്കുറിച്ച് അറിവുള്ളവരാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Accidents occur due to causes which are not foreseen. Most accidents are result of human error of ignorance, forgetfulness or recklessness. ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക അപകടങ്ങൾക്കും കാരണം സേഫ്റ്റിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അവഗണനയുമാണ്. സുരക്ഷയെക്കുറിച്ച് അറിവുള്ളവനും ശരിയായ നിരീക്ഷണമുള്ളവർക്കും ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്നു. Some cases of accidents: unawareness, സുരക്ഷയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ. ഡിസ്റിഗാർഡ്, സുരക്ഷയെ വകവയ്ക്കാതിരിക്കുക. നെഗ്ലിജൻസ്, സുരക്ഷാ ക്രമീകരണങ്ങളോടുള്ള അവഗണന. ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സുരക്ഷാ നിയമങ്ങളെ ശരിയായി മനസ്സിലാക്കാതെ വരിക. അൺടൈഡി കണ്ടീഷൻ, വൃത്തിഹീനമായ അന്തരീക്ഷം. inadequate light and ventilation, ആവശ്യമായ വെളിച്ചവും വായുസഞ്ചാരവും
ലഭ്യമാകാതെ വരിക. ഇംപ്രോപ്പർ യൂസ് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങളുടെ തെറ്റായ ഉപയോഗക്രമം. അൺസേഫ് കണ്ടീഷൻസ്, സുരക്ഷയില്ലാത്ത അന്തരീക്ഷം. കെയർലെസ്നെസ്, സ്ലോപ്പിനെസ്, നെഗ്ലിജൻസ്, ഇനറ്റൻഷൻ, ലേസിനെസ്, ഇഗ്നോറൻസ്. മുൻപ് പറഞ്ഞതുപോലെ ആക്സിഡൻറ്റ് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന ഒന്നുമില്ല. ഒരാളുടെ അല്ലെങ്കിൽ ആളുകളുടെ തികച്ചും ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം കൊണ്ട്, അശ്രദ്ധ കൊണ്ടോ സംഭവിക്കുന്നതാണ്. ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നതും ഒരു ആക്സിഡൻറ്റിൻ്റെ ഉത്തരവാദിയാണ്. ശരിയായ നിരീക്ഷണവും സംയോജിതമായ ഇടപെടലും കൊണ്ട് ഒരു വർക്കറിന് അപകടത്തെ മുന്നിൽ കണ്ട് അത് ഒഴിവാക്കാനാകും. അൺസേഫ് കണ്ടീഷൻസ് ഐഡൻറ്റിഫൈ, കൺട്രോൾ, ട്രെയിനിങ്, റെമഡിയേറ്റ്, ഹ്യൂമൻ ഫെയിലിയർ. അപകടങ്ങളെ തുടച്ചു നീക്കുന്നതിൽ ഒരു ഇൻഡസ്ട്രിയിൽ വർക്കറുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എപ്പോഴും അലേർട്ടായി ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നതുകൊണ്ട്, ജോലിയിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു വർക്കറിന് സാധിക്കും. വർക്ക്ഷോപ്പ് സേഫ്റ്റി നമുക്ക് 3ആയി ക്ലാസിഫൈ ചെയ്യാം. ജനറൽ സേഫ്റ്റി, പേഴ്സണൽ സേഫ്റ്റി, മെഷീൻ സേഫ്റ്റി.